ഇന്നത്തെ നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ല ടേസ്റ്റി ആയൊരു ബീഫ് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. നല്ല ടേസ്റ്റിയായ ബീഫ് റോസ്റ്റാണിത്. ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ശരി, വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ഈ ബീഫ് റോസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. ഈ ബീഫ് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലോട് കൂടി തന്നെയാണ് ബീഫ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ എല്ലില്ലാത്ത ബീഫാണെങ്കിൽ അത് വെച്ചിട്ടും ചെയ്തെടുക്കാം. ഒന്നുകൂടി നല്ലത് എല്ലോട് കൂടി ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഈ ബീഫിനെ നമുക്ക് വേവിച്ചെടുക്കണം. ഇത് കുക്കറിലാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത്. ഇതിനി കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഇതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എരിവില്ലാത്ത മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയേ. പിന്നെ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കണം. ഇതുപോലെ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം വറുത്ത് പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചത്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. ഇത് നമ്മൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത പൊടിയാണ് നല്ലത്. ഇനി നമുക്കിതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഉപ്പ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1/4 കപ്പ് മാത്രം വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്ന് തന്നെ വേവിക്കുന്ന സമയത്ത് വെള്ളം ഇറങ്ങി വരും. ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പം നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പൊടികളെല്ലാം ബീഫിലേക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ അടപ്പിട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു 7 വിസിൽ അടുപ്പിച്ചെടുക്കാം. ചില ബീഫിന് വേവ് കൂടുതലായിരിക്കും. വെന്തിട്ടില്ലെങ്കിൽ ഒരു 2-3 വിസിൽ കൂട്ടി അടുപ്പിച്ചെടുത്താൽ മതിയേ. ഇപ്പോൾ ഇതാ സ്റ്റൗവിലേക്ക് ഒരു ചട്ടി ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഇനി നല്ല പോലെ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ബീഫ് റോസ്റ്റ് ഉണ്ടാക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ ചെയ്തെടുക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് കിട്ടുന്നത്. നമുക്ക് ഈ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 1 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. ഇതാ ഇഞ്ചി ഇപ്പോൾ ഇതുപോലെ വഴറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവോള കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതുപോലെ സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/2 കപ്പ് ചെറിയുള്ളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് മീഡിയം ഫ്ലെയിമിൽ നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. നല്ല പോലെ സവാള ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. നല്ല പോലെ വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പോലെ ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. ഇതിപ്പോൾ നന്നായി വാടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 മീഡിയം സൈസിലുള്ള തക്കാളി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി ഇതും കൂടി നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഇത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നേരത്തെ വേവിച്ചെടുത്ത ആ ബീഫാണ്. ആ ബീഫിൻ്റെ വെള്ളത്തോട് കൂടി തന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ബീഫ് പാകത്തിനുള്ള വേവാണ് നമുക്ക് വേണ്ടത്. വെന്തുടഞ്ഞ് കിട്ടാൻ പാടില്ല. ഫ്ലെയിം മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുത്തിട്ട് ഈ ബീഫിലെ വെള്ളം നമുക്ക് നല്ലപോലെ ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മൾ ബീഫ് വേവിക്കുമ്പോൾ തന്നെ പൊടികൾ ചേർത്ത് കൊടുത്തുകൊണ്ട് ബീഫിൽ നല്ല പോലെ മസാല പിടിച്ച് കിട്ടും. തുടർച്ചയായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം ഇത് വറ്റിച്ചെടുക്കാൻ വേണ്ടി. ഇപ്പം ഗ്രേവിയെല്ലാം നല്ല പോലെ തിക്കായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് ക്രഷ് ചെയ്തതും കൂടെ ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തുടർച്ചയായി ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ മൺചട്ടി വെച്ചതുകൊണ്ട് അടിക്ക് പിടിക്കാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതുപോലെ തുടർച്ചയായി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 4-5 മിനിറ്റ് ആകുമ്പോഴത്തേനും നമുക്കിതാ ഇതുപോലെ റെഡിയായി കിട്ടും. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിന് എത്രത്തോളം ടേസ്റ്റ് ഉണ്ടെന്ന്. അങ്ങനെ നല്ല ടേസ്റ്റിയായ ഒരു ബീഫ് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം എന്തായാലും ഇങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ. ഇത് 15 മിനിറ്റിന് ശേഷം സെർവ് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. ഇതിപ്പോൾ ഞാൻ 15 മിനിറ്റിന് ശേഷമാണ് ഇതുപോലെ സെർവ് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല ടേസ്റ്റായൊരു ബീഫ് റോസ്റ്റാണ് ഇത്. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇൻഷാ അല്ലാഹ് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.